ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച് ബിൽ സജീവ ചർച്ചയായേക്കും. സർക്കാർ ബില്ലിനെ രാഷ്ട്രീയമായി കാണുന്നത് കൗതുകമെന്ന് ഓർത്തഡോക്സ് സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബിൽ നടപ്പാക്കുമെന്ന് മറുവിഭാഗത്തിന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രിയുടെ നിലപാട് ഓർത്തഡോക്സ് സഭയ്ക്ക് ആശ്ചര്യമുണ്ടാക്കി. എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നും സർക്കാരിന് ഓർത്തഡോക്സ് സഭ മുന്നറിയിപ്പ് നൽകും. രാഷ്ട്രീയ ശക്തിയാകാൻ സഭ ആഗ്രഹിക്കുന്നില്ല. കോടതി വിധി പ്രാവർത്തികമാക്കാൻ സർക്കാർ മനസ്സ് വെക്കണം. എറണാകുളം ജില്ലയ്ക്ക് പുറത്തും ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. സർക്കാർ ചർച്ച് ബില്ലെന്ന ആശയത്തെ പൊളിറ്റിക്കലായി കാണുന്നതിലും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൗതുകമുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് രാഷ്ട്രീയപരമായ ഉത്തരം കണ്ടെത്തിയാലും എന്തെങ്കിലും ഒരു സ്വാധീനം മറുവിഭാഗത്തിന് അല്ലെങ്കിൽ വിഘടിത വിഭാഗത്തിന് ചെയ്യാനായി കഴിയും. പരമ്പരാഗതമായി അത് UDFനെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങളുടെ മാർത്തോമൻ പൈതൃകത്തിൻ്റെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ക്വസ്റ്റ്യനാണ്. അതിനെ ആരൊക്കെ കൂടി പള്ളിപിടുത്തമായിട്ടോ സ്വത്തുക്കളുമേലുള്ള ഒരു ആകാംക്ഷയൊക്കെ ചിത്രീകരിക്കുന്നുവെങ്കിലും ഞങ്ങൾക്ക് മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകം സംരക്ഷിക്കണം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കണം, സ്വയശീർഷകത്വം സംരക്ഷിക്കണം. ചർച്ച് ബില്ലിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ആശ്ചര്യമുണ്ടാക്കി. പെട്ടെന്നൊരു സമ്മേളനത്തിൽ പോയി ഇതിനുള്ള സൂചനകളും ഒക്കെ നൽകുക എന്നത് സഭ വളരെ ഉത്കണ്ഠാപരമായിട്ടാണ്, ആശങ്കാപരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഞങ്ങളോട് ഇതുവരെ ചർച്ച് ബില്ലിനെ പറ്റി സർക്കാർ സംസാരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ സഭയ്ക്ക് സ്വാധീനമുണ്ട്. സഭ ഒന്നിനെയും രാഷ്ട്രീയമായി കാണാൻ ശ്രമിക്കുന്നില്ല. ഈ ബിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നമാണ്. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും, അത് തിരുവനന്തപുരമായാലും കോട്ടയമായാലും എണ്ണി പറയാം. പക്ഷെ സഭ ഇതിനെ പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്. പൊളിറ്റിക്കൽ സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ചർച്ച് ബില്ല് ഒരിക്കലും സമാധാനത്തിനുള്ള മാർഗരേഖയല്ല. ഇപ്പം ലഭിച്ചിരിക്കുന്ന സമാധാനം ഇല്ലാതാക്കാനേ ശ്രമിക്കുകയുള്ളൂ. 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരം പള്ളികളിൽ ഭരണം നടത്തണമെന്ന 2017 സുപ്രീം കോടതി വിധി സർക്കാർ നടപ്പാക്കണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആവശ്യം. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.